വിവാഹമോചിതനും സ്ത്രീവിരോധിയുമായ ഓമനർ എന്ന ടാഗോട് കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരിക്കാൻ അനീഷ് എത്തിയത്. ഇതുവരെ ബിഗ് ബോസ് സീസണിൽ പങ്കെടുത്തിട്ടുള്ള കോമനേഴ്സിൽ 90 ദിവസം ഹൗസിൽ പൂർത്തിയാക്കിയവരില്ല. അനീഷ് കപ്പടിക്കുമെന്ന് പ്രതീക്ഷയിൽ കഴിയുന്ന പ്രേക്ഷകരും ബിഗ് ബോസിലുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം അനുമോള് അനീഷ് നടത്തിയ പ്രപ്പോസൽ കപ്പടിക്കുന്നതിനെ ബാധിക്കുമോ എന്ന സംശയം ഒരു വിഭാഗം പ്രേക്ഷകർക്കുണ്ട്. ഇപ്പോഴിതാ മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ അനുമോളെക്കുറിച്ചും അനീഷിനെയും കുറിച്ചുള്ള ചില വിവരങ്ങൾ ഉൾപ്പെടുത്തി ചെയ്ത വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വിവാഹമോചന സമയത്ത് അനീഷിന്റെ പേരിലുള്ള ഒരു എഫ്ഐആർ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് പുതിയ വീഡിയോ സംസാരിക്കുന്നു. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നില്ലെന്ന് കരുതിയതാണ്. അനുമോളുടെ അന്തം ഫാൻസ് കാരണമാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അനീഷിന്റെ വിവാഹമോചന സമയത്തുണ്ടായ കേസിന്റെ എഫ്ഐആർ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നതിനെ കുറിച്ചാണ്. ഒക്ടോബർ 20 എനിക്ക് ഈ എഫ്ഐആർ കോപ്പി കിട്ടിയിരുന്നു. എന്നിട്ടും ഇന്ന് വരെ ഇതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത് കൃത്യമായ കാര്യവും കാരണവും ഉള്ളതുകൊണ്ടാണ്. അത് എടുത്ത് വീണ്ടും ആ കണ്ടന്റ് എതിരെ ഇടണം എന്ന കാര്യമില്ലെന്ന് എനിക്ക് പേഴ്സണലി ബോധ്യപ്പെട്ടിരുന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് അനീഷ് അനുമോൾ പ്രപ്പോസൽ സീനിനെ കുറിച്ചാണ്. ആ സംഭവത്തിൽ ഒരു 90% അനീഷ് ജെന്യുവനാണെന്ന് തോന്നുന്നു. 10% മാത്രമാണ് ഗെയിമായി തോന്നിയത്. എന്നാൽ അനീഷിനെ ഈ ടാപ്പിൽ കൊണ്ടുപോയി ഇട്ടത് അനുമോളാണെന്ന് അനുവിന്റെ സ്വന്തം കമ്മികൾ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുറത്തെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തയുള്ള അനുമോളാണ് അനീഷിനോട് ലവും ഹാർട്ടുമൊക്കെ കാണിച്ച് അനീഷിനെ ഇമോഷണലി ട്രാപ്പിൽ വീഴ്ത്തിയത്. അതിനുള്ള തെളിവുകൾ പല വീഡിയോകളും ഏഷ്യാനെറ്റ് തന്നെ പലപ്പോഴായി പുറത്തുവിട്ടിട്ടുണ്ട്. അനീഷിന്റെ പേജിൽ പ്രചരിക്കുന്ന എഫ്ഐആറിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. 2019 കല്യാണബന്ധം വേർപെടുത്തിയ ആ സമയത്ത് കൊടുത്തിട്ടുള്ള എഫ്ഐആർ ആണത്. ഒന്നാം 1 മുതൽ 4 കൂടിയ പ്രതികൾ ഒന്നാം പ്രതി ക്രിസ്ത്യൻ മതാചാരപ്രകാരം 17/2/2019 തീയതിയിൽ ആവലക്കാരിയെ വിവാഹം കഴിച്ച് കൊടലൂരെ പ്രതി വീട്ടിൽ താമസിച്ചു വരവെ 22/2/2019 തീയതി മുതൽ 15/10/2019 വരെ തീയതി ആവലക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ആവലക്കാരിയെ മാനസികവും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യണമെന്ന ഉദ്ദേശത്തോട് കരുതലും കൂടി വിവാഹം ചെയ്ത ശേഷം ആവലക്കാരിക്ക് ലഭിക്കേണ്ട സ്നേഹത്തോടുള്ള ദാമ്പത്യബന്ധം പുലർത്തി ജീവിക്കാതെയും 1 മുതൽ 4 കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞ് മറ്റും ഒത്തൊരുമിച്ചും ഉത്സാഹിക്കാനായി വർദ്ധിച്ച കാര്യം എന്നായിരുന്നു എഫ്ഐആർ. എഫ്ഐആർ വന്ന പിന്നീട് ഇന്ന് അത് പരിശോധിച്ച് എന്ത് സംഭവിച്ചെന്ന് ഞാൻ പരിശോധിക്കാറുണ്ട്. ഡിവോഴ്സിന് മുമ്പ് ഇങ്ങനെ യൂഷ്വൽ സാധനം പൊതുവെ ഇറക്കാറുണ്ട്. 2019 ഈ കേസിൽ ഇവർക്കെതിരെ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചിരുന്നു. സെറ്റിലായ കേസിലാണെന്നും സായി കൃഷ്ണ പറഞ്ഞു. അതേസമയം അനീഷിന്റെ പ്രപ്പോസൽ അനുമോൾ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല.